ജോലിയും ഭക്ഷണവും ഇല്ലാതെ ഷാർജയിൽ ദുരിതത്തിൽ കഴിഞ്ഞ മലയാളി യുവതിക്ക് തുണയായി മാതൃഭൂമി ന്യൂസ്. കൊല്ലം സ്വദേശി രമ്യ മോളിക്ക് സഹായവുമായി പ്രവാസി സംഘടനകളും വ്യക്തികളും രംഗത്തെത്തി. ഇതൊരു പുനർജന്മമാണെന്ന് സഹായവുമായി എത്തിയവരോട് രമ്യ മോളി പറഞ്ഞു. ഭക്ഷണവും താമസവും മതിയായ ചികിത്സയും കിട്ടാതെ കൊല്ലം ശക്തികുളങ്ങര സ്വദേശി രമ്യ മോളി ഷാർജയിൽ ദുരിതത്തിൽ കഴിയുന്ന വാർത്ത കഴിഞ്ഞയാഴ്ചയാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. ഇതേ തുടർന്ന് പ്രവാസി വ്യവസായിയും വേൾഡ് മലയാളി കൌൺസിലും സഹായവുമായി എത്തി. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ വ്യവസായിയാണ് ആദ്യം സാമ്പത്തിക സഹായം എത്തിച്ചത്. പണമടയ്ക്കാത്തതിനാൽ വിച്ഛേദിക്കപ്പെട്ട ഫ്ളാറ്റിലെ വെള്ളം, വൈദ്യുതി കണക്ഷനുകൾ ഇതോടെ പുനഃസ്ഥാപിച്ചു. പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ ഷാർജയിലെത്തി രമ്യ മോളിയെയും അനുജത്തി സൗമ്യയെയും സന്ദർശിച്ചു. രമ്യയുടെ പ്രോബ്ലം നമ്മൾ കേട്ടു. അവർക്ക് ഏത് രീതിയിൽ സഹായം എത്തിക്കാമെന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഒന്നവർക്ക് വിസയുടെ പ്രോബ്ലം, ആരോഗ്യത്തിൻ്റെ പ്രശ്നം, പിന്നെ ജോലി, താമസം, ഇത്രയും കാര്യങ്ങൾ വേൾഡ് മലയാളി കൗൺസിൽ കോർഡിനേറ്റ് ചെയ്ത് ഡയസ് കോർഡിനേറ്റ് ചെയ്യും. വേൾഡ് മലയാളി കൌൺസിൽ അജ്മാൻ പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ ഭക്ഷണ സാധനങ്ങളും അടിയന്തര സാമ്പത്തിക സഹായവും നൽകി. രമ്യയ്ക്കും സൗമ്യയ്ക്കും തുടർന്ന് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ഇവർ അറിയിച്ചു. ഇതൊരു പുനർജന്മമാണെന്നായിരുന്നു രമ്യയുടെ പ്രതികരണം. പ്രതീക്ഷയോടെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇതൊരു പുനർജന്മമായിട്ട് ഞാൻ കരുതുന്നു. താങ്ക് യു സോ മച്ച് എല്ലാ മെമ്പേഴ്സിനും. അമ്മ മരിച്ചതിനെ തുടർന്ന് അനാഥരായ സഹോദരിമാർ ഷാർജയിൽ ബുട്ടിക് നടത്തുകയായിരുന്നു. കോവിഡിനെ തുടർന്ന് ഇത് പൂട്ടുകയും വാടക നൽകാത്തതിനാൽ കേസാകുകയും ചെയ്തു. ഇതിനിടെ സുഹൃത്തായിരുന്ന മലയാളി രമ്യയെ ചതിച്ച് പണവുമായി മുങ്ങി. ഇതോടെ മാനസികമായും സാമ്പത്തികമായും തകർന്ന് കിടപ്പാടമില്ലാതെ അലഞ്ഞു നടന്ന രമ്യയെ സാമൂഹ്യ പ്രവർത്തകനായ സിയാഫാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്, ഷാർജ.